നമസ്കാരം, പ്രിയ SK മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വാസ്തു ദോഷ പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവിക വിധിപ്രകാരമാണ് നാം വീടുകൾ നിർമ്മിക്കുന്നത്. വാസ്തു പുരുഷന്റെ അനുവാദം വാങ്ങി ഭൂമി പൂജ ചെയ്ത് വീടുകൾ പണിയുന്നത്. അങ്ങനെ വീടുകൾ പണിയുമ്പോൾ വാസ്തു ശാസ്ത്രമനുസരിച്ചാണ് വീടുകൾ പണിയുന്നത്. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. വാസ്തു വിധിക്ക് വിരുദ്ധമായി വീടുകൾ ചെയ്യുമ്പോൾ വാസ്തുദോഷം വരുന്നു. ആ വാസ്തുദോഷങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായ ചില എളുപ്പമായിട്ടുള്ള ലളിതമായിട്ടുള്ള പരിഹാര മാർഗങ്ങളെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു വീട് നിർമ്മിക്കുന്ന സമയത്തും ഒരു വീട് പാല് കാച്ചുന്ന സമയത്തും വാസ്തുപൂജ വാസ്തുബലി ചെയ്യാറുണ്ട്. ഇങ്ങനെ വാസ്തുപൂജ വാസ്തുബലി ചെയ്ത് ഗൃഹപ്രവേശനം തുടങ്ങുന്നതിന് ശേഷവും മുൻപും ചില വാസ്തു ദോഷങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള വാസ്തു ദോഷങ്ങൾ കണ്ടെത്തിയാൽ മികച്ച വാസ്തു വിദഗ്ധന്റെ സേവനം നാം ലഭ്യമാക്കാറുണ്ട്. അങ്ങനെ മികച്ച വാസ്തു വിദഗ്ധന്റെ സേവനം നമുക്ക് ലഭ്യമാക്കുന്ന വേളയിൽ ചില വാസ്തു വിദഗ്ധർ നൽകുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന പരിഹാര മാർഗങ്ങൾ നാം ചെയ്യുമ്പോൾ അത് വളരെ അധികം ചിലവ് വരുന്നതാണ്. വളരെ അധികം പ്രയാസമേറിയ മാർഗങ്ങളാണ്, പരിഹാര മാർഗങ്ങളാണ് അവർ നിർദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ നിർദ്ദേശമനുസരിച്ച് ആ പരിഹാര മാർഗം നാം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വീടിൽ പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഇടിച്ച് നിരത്തി ആ ഭാഗം വീണ്ടും പുനർനിർമ്മിക്കുന്നതായിട്ട് നാം കണ്ടുവരാറുണ്ട്. അങ്ങനെ പുനർനിർമ്മിക്കുമ്പോൾ നമുക്ക് വളരെ അധികം ചിലവ് വരികയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി പ്രധാനമായി നാം ചില യന്ത്രങ്ങൾ, ചില വാസ്തുപൂജകൾ, വാസ്തു ബലികൾ ചെയ്തു കഴിഞ്ഞാൽ ലളിതമായ ഈ മാർഗം കൊണ്ട് വാസ്തുദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഈ വാസ്തു ദോഷങ്ങളെ വിചാരിച്ച് നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്ന നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനും നമ്മുടെ വീടുകളിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ലളിതമായിട്ടുള്ള പരിഹാര മാർഗങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അതിനായി നാം വാസ്തു പൂജകൾ, വാസ്തു ബലികളാണ് ചെയ്യുന്നത്. കൂടാതെ വാസ്തു യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതും വളരെ ഫലപ്രദമാണ്. അത് വാസ്തു ദോഷങ്ങളെ എല്ലാവരെയും പരിഹരിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ് വാസ്തു യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത്. വാസ്തു ദോഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള യന്ത്രങ്ങൾ വാസ്തു പുരുഷ യന്ത്രം, മത്സ്യയന്ത്രം, കൂർമ്മ യന്ത്രം, നരസിംഹ യന്ത്രം, ഹനുമാൻ യന്ത്രം, ഗരുഡ യന്ത്രം, സുദർശന യന്ത്രം, മഹേശ്വര യന്ത്രം, മൃത്യുജയ യന്ത്രം, മഹാലക്ഷ്മി യന്ത്രം എന്നിങ്ങനെയുള്ള യന്ത്രങ്ങൾ വീടുകളിൽ സ്ഥാപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ്. അതിൽ പ്രധാനമായി വാസ്തുപുരുഷ യന്ത്രം. വാസ്തുപുരുഷ യന്ത്രം നാം വീടുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള വാസ്തു ദോഷങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കൂർമ്മ യന്ത്രം. കൂർമ്മ യന്ത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ കിണറുകൾ, ടാങ്കുകൾ ഒക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ദോഷ പരിഹാരത്തിനായി നാം കൂർമ്മ യന്ത്രം വീടുകളിൽ സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഹനുമാൻ യന്ത്രം, ശ്മശാനം, കടൽ തീരങ്ങൾ എന്നിവിടങ്ങളിലെ വീടുകൾ നിർമ്മിച്ച് അതിലുണ്ടാകുന്ന ഗ്രഹദോഷ പരിഹാരത്തിനായി നാം ഹനുമാൻ യന്ത്രം സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ തെക്ക് ദർശനമായിട്ടുള്ള വീടിൻ്റെ ദോഷപരിഹാരത്തിന് പ്രധാനമായി സ്ഥാപിക്കുന്ന യന്ത്രമാണ് മൃത്യുഞ്ജയ യന്ത്രം.
മൃത്യുഞ്ജയ യന്ത്രം സ്ഥാപിക്കുന്നത് കൊണ്ട് തെക്ക് ദർശനമായിട്ടുള്ള ഭവനങ്ങളുടെ ദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗ്രഹദോഷങ്ങൾ എന്നിവ പരിഹരിക്കാൻ വേണ്ടി പ്രധാനമായി സ്ഥാപിക്കുന്ന യന്ത്രമാണ് സുദർശന യന്ത്രം. വടക്ക് ദർശനമായിരിക്കുന്ന വീടുകളുടെ ദോഷപരിഹാരത്തിന് വേണ്ടി നാം പ്രധാനമായി സ്ഥാപിക്കുന്ന യന്ത്രമാണ് കുബേര യന്ത്രം. ഈ കുബേര യന്ത്രം സ്ഥാപിക്കുന്നത് മൂലം വടക്ക് ദർശനമായിട്ടുള്ള വീടുകളുടെ വാസ്തു ദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങൾ ഒരു വീടിൻ്റെ സമനിരപ്പിൽ നിന്ന് വളരെ അധികം താഴ്ന്നാണ് ഇരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രധാനമായി നാം സ്ഥാപിക്കുന്ന യന്ത്രമാണ് ബ്രഹ്മയന്ത്രം. ഇതുപോലെ എല്ലാ തരത്തിലുള്ള വാസ്തു ദോഷങ്ങളും വളരെ ലളിതമായ രീതിയിൽ, ലളിതമായ മാർഗത്തിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വളരെ ചിലവേറിയതും അതുപോലെ നാം വീട് വച്ചിട്ട് ആ വീടിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഇടിച്ചു മാറ്റി ചിലവേറിയ പുനർനിർമ്മാണം വളരെ അസാധ്യമാണ്. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ വാസ്തു പൂജകൾ പ്രധാനമായി ക്ഷേത്രങ്ങളിലോ ഗ്രഹങ്ങളിലോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വാസ്തുപൂജകൾ ചെയ്ത് വാസ്തുദോഷങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ ഉള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതും ഉത്തമമായ ഒരു പരിഹാര മാർഗം തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഒരു വാസ്തു വിദഗ്ധന്റെ സേവനം നിങ്ങൾ ലഭ്യമാക്കുന്നത് വളരെ നല്ലതാണ്. ചിലവ് കുറഞ്ഞ ലളിതമായിട്ടുള്ള പരിഹാര മാർഗമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് സ്വീകരിക്കാം. തെറ്റായ രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസമേറിയ ഒരു പരിഹാര മാർഗമാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ലളിതമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നതാണ് വളരെ നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.